ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് റെഡിയാക്കിയാലോ? ഇന്നലെ രാത്രി വന്നപ്പോഴത്തേക്കും ചേട്ടൻ കുറച്ച് മത്തിയും പിന്നെ പിലോപ്പിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മത്തി നമുക്ക് കറി വെച്ചെടുക്കാം, പിലോപ്പി അങ്ങ് വറുത്തും എടുക്കാം. നിങ്ങളുടെ നാട്ടിൽ പിലോപ്പി എന്ന് തന്നെയാണോ പറയാറുള്ളത്? ചില നാടുകളിൽ വേറെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്, തിലോപ്പിയ അങ്ങനെയൊക്കെ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇത് ഓൾറെഡി വെട്ടിയതാണ്. നമുക്ക് ഇതിൻ്റെ ഐസ് പോയി കഴിയുമ്പോഴത്തേക്കും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ്ട് മീനിൻ്റെ ഐസൊക്കെ എല്ലാം പോയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ആദ്യം ഞാൻ മത്തി എടുത്തത്, അതിനുശേഷം ഞാൻ പിലോപ്പി എടുത്തു. പിലോപ്പി വറുക്കാനുള്ളതുകൊണ്ട് ചെറിയൊരു വെട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്, മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. മീനിന് പെരട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടിയിട്ടാണ് പെരട്ടുന്നത്. അങ്ങനെ മസാലകളെല്ലാം ഇട്ട് പെരട്ടി റെഡി ആയിട്ടുണ്ട് സാധനം. പിന്നെ കുറച്ച് നേരത്തേക്ക് നമുക്ക് മാറ്റി വെച്ചേക്കാം. ഇതിന് ശേഷം നമുക്കങ്ങ് മത്തിക്കറി വെച്ചാലോ? മത്തിക്കറി ഞാൻ വെക്കാൻ പോകുന്നത് തേങ്ങ അരച്ചാണ്. ഇത് ഞങ്ങളുടെ മമ്മിയുടെ സ്റ്റൈലാണ്. മമ്മി ഇങ്ങനെയാണ് വെക്കാറുള്ളത്. അപ്പോൾ ഞാൻ മമ്മീനെ കണ്ട് പഠിച്ചാണ് ഈ കറി വെക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ അകത്ത് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടാണ്ട് കുറച്ച് വെള്ളവും കൂടെ നന്നായിട്ട് ഒഴിച്ച് മിക്സിയിലിട്ട് അരച്ച് നന്നായിട്ട് എടുക്കും. അതിനുശേഷം ഒരു പാതി എന്ന് വെച്ചാൽ ഒരു പാതി വേണ്ട, ഒരു മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്യും ഞാൻ അരച്ചത്. എന്നിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി കൂടെ അങ്ങ് അരിഞ്ഞെടുക്കും. എന്നിട്ട് അതുകൂടെ അതിൻ്റെ അകത്തിട്ട് അരക്കും. അത് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഈ മത്തിക്കറിയിൽ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചോറ് അങ്ങോട്ട് വെക്കാമെന്ന് കരുതി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുത്തരിയാണ്. കുത്തരി ഇവിടെ എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് കുത്തരി ചോറ് വെക്കാമെന്ന് കരുതി. ഞാൻ കുക്കറിലാണ് സാധാരണ ചോറ് വെക്കാറ്. അപ്പോൾ കുത്തരി ആയതുകൊണ്ട് കുറച്ച് വേവ് കൂടുതലായതുകൊണ്ടും 14 വിസിലോളം എനിക്ക് വേണ്ടി വരുന്നുണ്ട് കുക്കറിൽ വെക്കുമ്പോഴത്തേക്കും. മീനിന് വേണ്ടിയിട്ട് കുറച്ച് സവോള നമുക്ക് അരിയാം. സവോള അല്ല കൂടുതലും മീനിന് ചേരുന്നത് ഉള്ളിയാണ്. പക്ഷെ ഉള്ളി ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവോള എടുത്തു. പിന്നെ കൂടാണ്ട് പച്ചമുളക് എടുക്കാം. ഒരു 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഞാൻ തേങ്ങയിലിട്ട് അരച്ചേക്കുന്നതുകൊണ്ട് സെപ്പറേറ്റ് ഇഞ്ചി ഞാൻ ഇടുന്നില്ല. ഇനി നമുക്ക് കറി അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ? ഒരു പാനിൻ്റെ അകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ഉലുവ പൊട്ടിക്കാം. ഉലുവ പൊട്ടിക്കുമ്പോഴത്തേക്കും വേറൊരു ടേസ്റ്റ് കറിക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഉലുവയാണ് പൊട്ടിച്ചേക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും സവോളയും പച്ചമുളകും നമ്മൾ അരിഞ്ഞ് വെച്ച് എടുത്തിടാം. എന്നിട്ട് നന്നായിട്ട് വാടി കഴിയുമ്പോഴത്തേക്കും അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇടാം. അരപ്പ് നന്നായിട്ട് മൂക്കണം. മൂത്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പ് കൂടെ നമുക്കിടാം. അരപ്പ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. ഈ വെള്ളം ഒഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് പുളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മീൻ അങ്ങോട്ടേക്ക് ഇടാം. മത്തി ആയതുകൊണ്ട് അധികം വേവില്ല, എങ്കിലും നമുക്കൊരു 10-15 മിനിറ്റോളം നമുക്ക് വേവിക്കാൻ വെക്കണം. അതിൻ്റെ എണ്ണ തെളിയുന്നവരെ നമുക്ക് മീൻ വേവിക്കാൻ വെക്കാം. എണ്ണ തെളിയുമ്പോഴത്തേക്കും എടുത്തു വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഏകദേശം റെഡിയായി. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറീനെ എടുത്ത് മാറ്റാം. പിന്നെ അടുത്ത പരിപാടി നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ക്യാബേജാണ്. ക്യാബേജ് തോരൻ വയ്ക്കാം. ക്യാബേജ് എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്.
ക്യാബേജ് അരിയുന്ന കൂട്ടത്തിൽ തന്നെ മീൻ അങ്ങ് വറുത്തെടുക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഒരു വശം ഏകദേശം ആയിട്ടുണ്ട്. നമുക്കതിനെ മറിച്ചിടാം. മീൻ വറുത്തത് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലടിക്കുന്നുണ്ട് കേട്ടോ വറുത്തതിന്. നമുക്ക് അതിനെ അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കി പരിപാടി അങ്ങ് ചെയ്ത് തീർക്കാം. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ക്യാബേജ് തോരനാണ്. അപ്പോൾ ഞാൻ അതിനും സവോളയാണ് എടുക്കുന്നത്. കൂടുതലും ഇതിനും ഉള്ളിയാണ് നല്ലത്. പക്ഷേ എൻ്റെ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവോള എടുക്കുന്നു. സവോള നമുക്ക് നന്നായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയാം. അതോടൊപ്പം തന്നെ വെളുത്തുള്ളി എടുക്കാം, പച്ചമുളക് എടുക്കാം, പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് എടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം നന്നായിട്ട്. ക്യാബേജിൻ്റെ അകത്ത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്യാൻ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ അതിൻ്റെ അത് ആഡ് ആയതിനു ശേഷം നമുക്കിതിനെ നന്നായിട്ട് താളിച്ചെടുക്കാം. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. കൂടാണ്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷമാണ് ഞാൻ ക്യാബേജ് അതിൻ്റെ അകത്തേക്ക് എടുത്തിടുന്നത്. കുറച്ചായിട്ട് ഇട്ടിട്ട് ഇളക്കി എന്നിട്ട് അടുത്തത് ഇടാം. കാരണം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ട്, അതുകൊണ്ടാണ്. എന്നിട്ട് നന്നായിട്ട് വാടുന്ന വരെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ക്ലാസ്സിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അത് ദിയയാണ്. ഈ വന്നത് ഇഹാനാണ്. ഇഹാന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാ വീഡിയോസിലും ഉണ്ടാകാറുണ്ട്. ഇത് ഞങ്ങളുടെ എവ്ലിനാണ്. ഏവു എൻ്റെ കുഞ്ഞാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പാത്രങ്ങളെല്ലാം കഴുകി വെച്ചേക്കാം, അല്ലെങ്കിൽ ഏറ്റവും അവസാനം ഇരട്ടി പണിയാകും. അപ്പോൾ അതെല്ലാം കഴുകി ഞാൻ വൃത്തിയാക്കുവാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ക്യാബേജ് നോക്കുന്നുണ്ട്. ക്യാബേജ് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ക്യാബേജ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആഡ് ചെയ്യുന്നത് പീരയാണ്. പീര കൂടെ ഇതിൻ്റെ അകത്ത് ഇടുമ്പോഴത്തേക്കും നല്ല ഒരു ഫ്ലേവർ ഇതിൻ്റെ അകത്ത് വരും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് പീര കൂടെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. സാധാരണ ഞാൻ ആദ്യം തന്നെ ക്യാബേജ് പെരിട്ടി വെക്കുമ്പോഴത്തേക്കും പീര ആഡ് ചെയ്യാറുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ അത് ചെയ്തില്ല. ഇത് വെന്ത് കഴിഞ്ഞിട്ട് മാത്രമാണ് ഞാൻ പീര ആഡ് ചെയ്തേക്കുന്നത്. ഇതും നല്ല ഒരു ടേസ്റ്റാണ്, മറ്റേതും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്യാബേജ് ഉണ്ടാക്കാം കേട്ടോ. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം അതനുസരിച്ച് ക്യാബേജ് ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാബേജ് റെഡിയായി, നമ്മുടെ മീൻ കറി റെഡിയായി, അതോടൊപ്പം തന്നെ നമ്മുടെ മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ സെർവ് ചെയ്യാം. ഉച്ചക്കത്തേക്കുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.